بسم الله الرحمن الرحيم. ولوطا إذ قال لقومه إنكم لتأتون الفاحشة ما سبقكم بها من أحد من العالمين أئنكم لتأتون الرجال وتقطعون السبيل وتأتون في ناديكم المنكر فما كان جواب قومه إلا أن قالوا ائتنا بعذاب الله إن كنت من الصادقين قال رب انصرني على القوم المفسدين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1351 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 29-ാമത്തെ അധ്യായമായ സൂറത്തുൽ അൻകബൂത്തിലെ 28 മുതൽ 30 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലൂതൻ ഇദ് ഖാല ലിഖൗമിഹി ഇന്നകും ലതഅതൂനൽ ഫാഹിശത മാ സബഖകും ബിഹാ മിൻ അഹദിൻ മിനൽ ആലമീൻ أئنكم لتأتون الرجال وتقطعون السبيل وتأتون في ناديكم المنكر فما كان جواب قومه إلا أن قالوا ائتنا بعذاب الله إن كنت من الصادقين قال رب انصرني على القوم المفسدين صدق الله العلي العظيم. സൂറത്തുൽ അൻകബൂത്തിലെ 28 മുതൽ 30 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഇബ്രാഹിം അലൈഹിസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചരിത്ര വിവരണമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച ആയത്തുകളിൽ പ്രതിപാദിക്കപ്പെടുകയുണ്ടായത്. ഇബ്രാഹിം അലൈഹി ഇസ്ലാം മുന്നോട്ട് വെച്ച ജീവിത ദർശനം അംഗീകരിച്ചുകൊണ്ട് അതിനെ സത്യപ്പെടുത്തി ആ പാത പിന്തുടരാൻ ആ ബാബിലോണിയൻ സമൂഹത്തിൽ നിന്ന് സന്നദ്ധനായത് ലൂത്ത് അലൈഹി ഇസ്ലാം മാത്രമായിരുന്നു എന്നൊരു പരാമർശമാണ് നമ്മൾ കാണുകയുണ്ടായത്. ഈ കുണ്ടത്തിൽ എറിയപ്പെട്ടതിനെ തുടർന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിന്റെ പ്രത്യേകമായ ഇടപെടൽ കാരണമായി രക്ഷപ്പെട്ടു പുറത്തു വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ അഭിസംബോധിതരായ ആളുകളെ കേൾപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയുണ്ടായി. ഇന്നമത്തഖതും മിൻ ദൂനില്ലാഹി ഔസാനൻ, നിശ്ചയമായിട്ടും അള്ളാഹുവിന് പകരമായി നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ആരാധ്യന്മാര് അത് കേവല വിഗ്രഹങ്ങളും നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള രൂപങ്ങളും ഒക്കെയാണ്. അതാണ് മവദ്ദത്ത ബൈനിക്കും ഫിൽ ഹയാത്തി ദുനിയ, ഐഹിക ലോകത്തെ നിങ്ങൾക്കിടയിലുള്ള സ്നേഹബന്ധങ്ങളുടെ ഒക്കെ അടിസ്ഥാനമായി നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് ഈ അർത്ഥരഹിതമായ അടിസ്ഥാനരഹിതമായ വിഗ്രഹ പൂജയെയാണ്. അതാണ് നിങ്ങളുടെ ബോണ്ടിങ് മെറ്റീരിയൽ ആയിട്ട് നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. നിങ്ങൾക്കിടയിലുള്ള ബന്ധം സുദൃഢമാക്കുന്നതിന് അടിത്തറയായിട്ട് നിലകൊള്ളുന്നത് നിങ്ങളുടെ ഈ വിഗ്രഹങ്ങളാണ്, നിങ്ങൾ രൂപപ്പെടുത്തിയിട്ടുള്ള ഈ ബിംബങ്ങളാണ്.
ഐഹിക ലോകത്തെ നിങ്ങളുടെ സ്നേഹബന്ധങ്ങളുടെ ഒരു മാനദണ്ഡം, ഒരു അടിത്തറ, അല്ലെങ്കിൽ അതിനെ ദൃഢപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ട് നിങ്ങൾ കൊണ്ടു നടക്കുന്ന ഇതാണ്. നിങ്ങൾ ചങ്ക് ബ്രോസ്ന്നോ കട്ട ഫ്രണ്ട്സ്ന്നോ ഒക്കെ പറയുന്ന വിധത്തിലുള്ള ഒരു സൗഹൃദം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഈ തെറ്റായ അടിത്തറയിലുള്ള ജീവിത ദർശനത്തെ മാനദണ്ഡമാക്കിക്കൊണ്ടാണ്. ഐഹിക ലോകത്തേക്ക് നിങ്ങൾക്കത് ഉപകരിക്കുന്നുണ്ട് എന്നാണ് നിങ്ങൾ ധരിക്കുന്നത്. പുനരുത്ഥാന നാളിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിന്റെ പേരിൽ കൂടുതൽ പരസ്പരം സ്നേഹമുള്ളവരായി മാറുകയല്ല ചെയ്യുക. നിങ്ങൾ പരസ്പരം നിഷേധിക്കുന്നവരും പരസ്പരം ശപിക്കുന്നവരുമായിട്ട് മാറും യൗമുൽ ഖിയാമയിൽ എന്നാണ് അല്ലാഹു ചൂണ്ടിക്കാണിക്കുന്നത്. ഐഹിക ലോകത്ത് തന്നെ ഇതിന് അടിത്തറയില്ല, ഇത് നിലനിൽപ്പിന് യോഗ്യതയുള്ളതല്ല, അർഹതയുള്ളതല്ല. ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ നിങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്ന നിങ്ങളുടെ ജീവിത സാഹചര്യം, നിങ്ങൾ നേരിടാൻ പോകുന്ന നിങ്ങളുടെ വിധി, അതിനെ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ നിങ്ങൾ അതിന്റെ പേരിൽ പരസ്പരം പഴിക്കുകയും ശപിക്കുകയും പരസ്പരം നിഷേധിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് സംജാതമാവുക. ഒടുക്കം നിങ്ങളുടെ മടക്കം നരകത്തിലേക്കുമായിരിക്കും. ഒരാളും നിങ്ങളെ സഹായിക്കാനായിട്ട് ഉണ്ടാവുകയില്ല. ഈ കാര്യം വെട്ടിത്തുറന്ന് എല്ലാവർക്കും ബോധ്യമാകുന്ന വിധത്തിൽ സംസാരിക്കുകയായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാം. തീക്കുണ്ടത്തിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തി അദ്ദേഹം പുറത്തു വന്നതിനെ തുടർന്ന് യാതൊരു ആശയക്കുഴപ്പത്തിനും അവസരമില്ലാത്ത വിധത്തിൽ കാര്യങ്ങളെ വ്യക്തമാക്കിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാം. ഭൗതിക ലോകത്ത് നമ്മൾ ഈ കാര്യം എല്ലാ ജീവിത മേഖലകളിലും കണ്ടിട്ടുള്ളതാണ്. ആളുകളുടെ സൗഹൃദം, കൂട്ടായ്മ, അല്ലെങ്കിൽ പരസ്പരമുള്ള ഇഴുകിച്ചേരലൊക്കെ ഉണ്ടാകുന്നതിന് പലർക്കും പല അടിസ്ഥാനങ്ങളും മാനദണ്ഡങ്ങളും ഒക്കെയാണ് ഉണ്ടാവുക. മദ്യപാനശീലമുള്ളവർക്ക് അത് ഒരു കാരണമായിട്ട് സൗഹൃദം ഉണ്ടായി വരുന്നത് കാണാം. അതുപോലെ വേറെ വല്ല സാമൂഹിക ദ്രോഹങ്ങളും ചെയ്യുന്ന ആളുകൾ അങ്ങനെയുള്ളതിന്റെ പേരിൽ ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ടായി വരുന്നത് കാണാം. അതേപോലെയൊക്കെ തന്നെയാണ് തെറ്റായ ജീവിത ദർശനം ഉൾക്കൊള്ളുന്ന ആളുകൾക്കിടയിൽ ഒരു ബോണ്ടിങ് ഉണ്ടായി വരിക എന്നത്. ഐഹിക ലോകത്ത് അത് വലിയ സംഭവമാണെന്നൊക്കെ നിങ്ങൾ കരുതുന്നുണ്ടാവും. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരുമിക്കാൻ പറ്റിയത് കൊണ്ടാണ് നിങ്ങൾക്ക് വലിയ സൗഹൃദം ഉണ്ടാക്കാൻ സാധിച്ചത് എന്നൊക്കെ നിങ്ങൾ അഭിമാനിക്കുന്നുണ്ടാകും. എന്നാൽ സത്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതല്ല നിങ്ങളുടെ ഈ ബോണ്ടിങ് എങ്കിൽ ആ ബന്ധം ഒരിക്കലും തന്നെ നിങ്ങൾക്ക് ഏറ്റവും നിർണായകമായ ജീവിതഘട്ടത്തിൽ പ്രയോജനം ചെയ്യുകയില്ല. അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്ന ഘട്ടത്തിൽ നിങ്ങൾ അന്ന് നേരിടേണ്ടി വരുന്ന അവസ്ഥയിൽ എത്തിപ്പെട്ടതിന്റെ കാരണം ഈ സൗഹൃദമായിരുന്നു, അല്ലെങ്കിൽ ആ സൗഹൃദത്തിന് അടിത്തറയായി നിലനിന്നിരുന്ന ജീവിത ദർശനമായിരുന്നു എന്നൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സൗഹൃദത്തിലേക്ക് നിങ്ങളെ എത്തിച്ച സാഹചര്യങ്ങളെയും ആളുകളെയും ഒക്കെ തെറി പറയുകയും അധിക്ഷേപിക്കുകയും ശപിക്കുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥയാണ് അവിടെ സംജാതമാവുക എന്ന കാര്യം ഇബ്രാഹിം അലൈഹിസ്സലാം ആ സമൂഹത്തെ വളരെ വ്യക്തതയോടുകൂടി കേൾപ്പിക്കുകയും അറിയിക്കുകയും ഒക്കെ ചെയ്യാണ്. അപ്പോ ദൗത്യ നിർവഹണം അതിന്റെ പൂർണ്ണതയില്, ആശയപരമായ ആദർശപരമായ പൂർണ്ണതയില് എത്തിയ ഘട്ടത്തില് ആ സമൂഹത്തിൽ നിന്ന് പോസിറ്റീവായിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാം മുന്നോട്ട് വെച്ച ജീവിത ദർശനത്തെ ഉൾക്കൊള്ളാൻ സന്നദ്ധനായിക്കൊണ്ട് രംഗത്ത് വന്ന ഒരേ ഒരാള്, അത് അദ്ദേഹത്തിന്റെ സഹോദരപുത്രനായ ലൂത്ത് അലൈഹിസ്സലാം ആയിരുന്നു എന്ന് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ്.
ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനോടൊപ്പം തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പത്നി സാറ റളിയല്ലാഹു അൻഹായും ഉണ്ടായിരുന്നു എന്നത് ചരിത്രപരമായി നമുക്ക് അതിനോട് ചേർത്ത് വായിക്കാൻ കഴിയുന്ന ഒരു കാര്യവുമാണ്. തുടർന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം ഇന്നി മുഹാജിറുൻ ഇലാ റബ്ബി എന്ന് പറഞ്ഞുകൊണ്ട് ആ നാട് ഉപേക്ഷിച്ച് നിഷേധികളായ, ധിക്കാരികളായ, അനുസരണക്കേട് കാണിക്കുന്ന ആളുകൾ മാത്രം അധിവസിക്കുന്ന ആ നാട് തന്നെ വെടിഞ്ഞുകൊണ്ട് അവിടുന്ന് പോകുന്ന കാര്യമാണ് പ്രഖ്യാപിക്കുന്നത്. തീർച്ചയായിട്ടും അള്ളാഹു ശക്തനും അജയ്യനും യുക്തിജ്ഞനുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാം പുറപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ സംരക്ഷണ കാര്യം തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ ചുമതലയാണ്, അള്ളാഹു അത് നിർവഹിക്കും എന്ന പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം പുറപ്പെടുന്നത്. അതിനെ തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് തലമുറകളിലൂടെ തന്നെ ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ കുറിച്ച് അള്ളാഹു പരാമർശിക്കുകയുണ്ടായി. അതിനുശേഷമാണ് നമ്മൾ ഇന്ന് വായിച്ചു വെച്ചിട്ടുള്ള 3 ആയത്തുകൾ കടന്നു വരുന്നത്. ഇവിടെ അള്ളാഹു ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ആ ചരിത്ര വിവരണത്തിന് തുടക്കം കുറിച്ച പോലെ ഇബ്രാഹിമ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം തുടങ്ങുകയുണ്ടായത് എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അതുപോലെ ഇവിടെ വലൂത്തൻ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ഈ ഭാഗം ആരംഭിക്കുകയാണ്. ലൂത്തിനെയും മൂസ അലൈഹി ഇസ്ലാമിനെ പരാമർശിച്ച്, തുടർന്ന് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ പരാമർശിച്ച്, ഇപ്പോ ലൂത്ത് അലൈഹി ഇസ്ലാമിനെയും എന്നാണ് അള്ളാഹു പറയുന്നത്. ലൂത്ത് അലൈഹി ഇസ്ലാമിനെയും നാം നമ്മുടെ ദൂതനായിട്ട് നിയോഗിച്ചയക്കുകയുണ്ടായി എന്നാണ് അത് നിവർത്തി പൂർണ്ണമാക്കി പറയുമ്പോൾ അതിന്റെ ആശയം ഉണ്ടാകുക. വലൂത്തൻ, ലൂത്തിനെയും നാം അയക്കുകയുണ്ടായി, അള്ളാഹു തന്റെ ദൂതനായിട്ട് ഒരു നാട്ടിലേക്ക്. ഇത് ഖാലലി ഖൗമിഹി, അദ്ദേഹം തന്റെ ജനതയോട് ഇങ്ങനെ സംസാരിച്ച ആ സന്ദർഭം വളരെ ശ്രദ്ധേയമാണ്. ലൂത്തിനെയും നാം നമ്മുടെ ദൂതനായിട്ട് നിയോഗിച്ചയക്കുകയുണ്ടായി. അദ്ദേഹം ഇത് ഖാലലി ഖൗമിഹി, തന്റെ ജനതയോടായിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത്. ഇന്നക്കും ലതഅതൂനൽ ഫാഹിഷത മാ സബഖക്കും ബിഹാ മിൻ അഹദിൻ മിനൽ ആലമീൻ. ലൂത്ത് അലൈഹിസ്സലാം തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ മറ്റെല്ലാ പ്രവാചകന്മാരെയും പോലെ അള്ളാഹുവിന്റെ ഏകത്വത്തെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത്. എങ്കിലും ഏത് പ്രവാചകന്മാരും ആ കാലഘട്ടത്തിലെ അഭിമുഖീകരിക്കേണ്ടിയിരിക്കുന്ന തിന്മയെ പ്രത്യേകമായി അഭിമുഖീകരിക്കുകയുണ്ടായിട്ടുണ്ട് എന്ന ഒരു ചരിത്ര വസ്തുത നമുക്ക് ഈ ആയത്തിന്റെ വെളിച്ചത്തിൽ കൂടുതൽ വ്യക്തതയോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹുവിന്റെ ഏകത്വത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മാത്രമേ പ്രവാചകന്മാർ സാമൂഹ്യ പരിഷ്കരണത്തിന് മുതിർന്നിട്ടുള്ളൂ. ധാർമ്മിക സദാചാര മേഖലകളിലൊക്കെ തന്നെയുള്ള സംസ്കരണം, ആളുകളെ ആ വിധത്തിൽ റീമൗൾഡ് ചെയ്യുന്ന ഒരു പ്രക്രിയക്ക് പ്രവാചകന്മാര് തുടക്കമിടുന്നത് തീർച്ചയായിട്ടും അള്ളാഹുവിലുള്ള വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ്. അതിന്റെ ഭാഗമായി ലൂത്ത് അലൈഹിസ്സലാം തന്റെ ജനതയോട് ഇങ്ങനെ പറഞ്ഞത് ശ്രദ്ധേയമാണ് എന്നാണ് അള്ളാഹു ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്നക്കും, നിശ്ചയമായിട്ടും നിങ്ങൾ ലതഅതൂനൽ ഫാഹിഷത, മ്ലേച്ഛവൃത്തിയിൽ ഏർപ്പെടുകയാണ്. മാ സബഖക്കും ബിഹാ മിൻ അഹദിൻ മിനൽ ആലമീൻ, നിങ്ങൾക്ക് മുമ്പ് ലോകത്തൊരു കൂട്ടരും നേരത്തെ ചെയ്തിട്ടില്ലാത്ത വിധത്തിലുള്ള മ്ലേച്ഛവൃത്തിയിലാണ് നിങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ലൂത്ത് അലൈഹിസ്ലാം തന്റെ ജനതയോട് വെട്ടിത്തുറന്നു പറയുന്നത്. ലൂത്ത് അലൈഹിസ്ലാമിന്റെ ജനത ലൈംഗിക ബന്ധങ്ങളുടെ ഏറ്റവും വൃത്തികെട്ട പല വഴികളും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമായിരുന്നു. സദാചാരപരമായ വലിയ തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ലൂത്ത് അലൈഹിസ്ലാമിന്റെ ആ ജനത. നമ്മൾ പിന്നിട്ട സൂറത്തുകളിൽ ഇത് സംബന്ധമായിട്ടുള്ള പരാമർശങ്ങൾ ധാരാളം പഠന വിധേയമാക്കിയിട്ടുള്ളതാണ്. നമുക്ക് അതിന്റെ വിശദാംശങ്ങളൊക്കെ നന്നായിട്ട് ഉൾക്കൊള്ളാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആ വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പോ കടക്കുന്നില്ല.
ലൂത്ത് അലൈഹിസ്ലാം അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞതിന്റെ ചുരുക്കം ഇതാണ്: ഇന്നക്കും ലതൂനൽ ഫാഹിഷത, നിങ്ങൾ മ്ലേച്ഛ വൃത്തിയിൽ ഏർപ്പെടുകയാണ്, മ്ലേച്ഛ വൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫാഹിഷത്തിനെ നിങ്ങൾ സമീപിക്കുകയാണ്. എങ്ങനെയാണ്? മാ സബഖക്കും ബിഹ മിൻ അഹദിൻ മിനൽ ആലമീൻ, ലോകരിൽ ഒരു കൂട്ടരും നിങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ടില്ലാത്ത വിധത്തിലുള്ള മ്ലേച്ഛ വൃത്തിയിലാണ് നിങ്ങൾ ഏർപ്പെടുന്നത്. അതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വവർഗരതിയാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. മനുഷ്യന്റെ ജീവശാസ്ത്രപരമായ ശാരീരികമായ ആവശ്യങ്ങൾക്കായിട്ട് അള്ളാഹു ഒരു സംവിധാനം വെച്ചിട്ടുണ്ട്. ആ സംവിധാനം സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഇണചേരൽ ബന്ധത്തിൻ്റെതാണ്. അതിനുവേണ്ടി അള്ളാഹു ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള നിലക്ക് വിവാഹവും കുടുംബവും ഒക്കെ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. വിവാഹവും കുടുംബവും ഉള്ള വിധത്തിൽ മാത്രമേ ഒരു സമൂഹം എന്ന നിലക്ക് മനുഷ്യന് അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ. വിവാഹം ഇല്ലാതായി കുടുംബം എന്ന ഘടന തകർക്കപ്പെട്ടു കഴിഞ്ഞാൽ മനുഷ്യര് വ്യക്തികൾ മാത്രമായി മാറുകയാണ്. അവർക്കിടയിൽ കുടുംബ ബന്ധങ്ങളോ രക്തബന്ധമോ വിവാഹബന്ധമോ അത് കാരണമായി വന്നു ചേരുന്ന സാമൂഹ്യ ബന്ധമോ സാമൂഹ്യ ഘടനയോ ഒന്നും പിന്നെ നിലനിൽക്കുകയില്ല. പ്രതിബദ്ധത എന്ന ഒരു സംഗതി മനുഷ്യന് പരസ്പരം ഉണ്ടാകാനുള്ള അടിത്തറ തന്നെ തകർന്നു പോകും. വിവാഹബന്ധമുള്ളത് കൊണ്ടാണ് ഉമ്മ, ഉപ്പ, മക്കള്, അതുപോലെ ഉമ്മാന്റെ ബന്ധുക്കള്, ഉപ്പാന്റെ ബന്ധുക്കള്, അമ്മായിമാര്, അമ്മാവന്മാര്, അതുപോലെ കസിൻസ്, ഇങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങൾ നിലനിൽക്കുന്നതിന്റെ ഒരു അടിത്തറ വിവാഹമാണ്. വിവാഹം എന്ന ആശയം ഇല്ലാതായാൽ കുടുംബം ഇല്ലാതായി, കുടുംബം ഇല്ലാതായാൽ സമൂഹം എന്ന സുഭദ്രമായ ഒരു സംവിധാനം ഇല്ലാതെയായി. മനുഷ്യന് ഒരു സമൂഹം എന്നുള്ള നിലക്കല്ലാതെ ജീവിക്കാൻ സാധ്യമല്ല. മനുഷ്യന്റെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് പോലും സമൂഹം എന്ന ഒരു എൻറ്റിറ്റി ആവശ്യമാണ്. കാരണം ഒരു വ്യക്തിക്ക് ആവശ്യമുള്ള എല്ലാം ഉൽപ്പാദിപ്പിക്കാൻ അയാൾക്ക് സാധിക്കില്ല. അയാള് മറ്റു പലരുടെയും ഉൽപാദനക്ഷമതയെ ആശ്രയിച്ചുകൊണ്ടാണ് അയാളുടെ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടുന്നത് എന്നതാണ് വസ്തുത. അപ്പോൾ ഉൽപാദന പ്രക്രിയയിൽ പ്രൊഡക്ഷൻ, അതിന്റെ സമ്പദ് ശാസ്ത്ര തലത്തിലുള്ള പ്രൊഡക്ഷൻ എന്ന ഒരു കമ്മോഡിറ്റിയുടെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രക്രിയ പോലും പ്രവർത്തനക്ഷമമാകുന്നത് മനുഷ്യന് കുടുംബം, സമൂഹം എന്ന വിധത്തിലുള്ള ബന്ധങ്ങളും അത് കാരണമായി ഉണ്ടാകുന്ന പ്രതിബദ്ധതയും നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ പ്രൊഡക്ഷൻ നിലച്ചു പോകും, നിർമ്മാണം നിലച്ചു പോകും, കൃഷി അവസാനിച്ചു പോകും. അതിലൊന്നും മനുഷ്യന് ഒരു വളരെ ലിമിറ്റഡ് ആയ ഒരു റേഞ്ചിലല്ലാതെ താല്പര്യം കാണിക്കില്ല. കാരണം ഒരാൾക്ക് തിന്നാൻ വേണ്ടതും കുടിക്കാൻ വേണ്ടതും അനുഭവിക്കാൻ വേണ്ടതും ഒക്കെ ഒരാൾക്ക് ലക്ഷ്യമിടാൻ തന്നെ താല്പര്യം ഉണ്ടാവുള്ളൂ. മറിച്ച് ഒരു കുടുംബവും ഒരു സമൂഹവും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരവസ്ഥയിലാകുമ്പോൾ മനുഷ്യന് അതിനപ്പുറത്തേക്കുള്ള താല്പര്യങ്ങൾ ഉണ്ടാകും, ആസൂത്രണങ്ങൾ ഉണ്ടാകും. ഇതൊക്കെ തകർന്നു പോകും കുടുംബം ഇല്ലാതായാൽ. അപ്പൊ ഈ വിധത്തിലുള്ള മനുഷ്യന്റെ അതിജീവനത്തിന് വേണ്ട ഒരു സാമൂഹ്യ സംവിധാനമാണ് അള്ളാഹു വിവാഹം എന്ന പ്രോസസ്സിലൂടെയും അത് മുഖേന രൂപപ്പെട്ടു വരുന്ന കുടുംബം എന്ന ആശയത്തിലൂടെയും ഒക്കെ ഇവിടെ നിലനിർത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിന്റെ കടക്കൽ തന്നെ കത്തിവെക്കുന്ന ഒരു സംഗതിയാണ് മനുഷ്യൻ അവന്റെ ലൈംഗികതയെ പൂർത്തീകരിക്കാൻ വിവാഹേതരമായ വഴികൾ തേടുക എന്നത്. കാരണം വിവാഹം നിലനിൽക്കുന്നതിന്റെ ഒരു വലിയ അടിസ്ഥാനം ലൈംഗികതയാണ്. ലൈംഗിക ചോദന ഇല്ലെങ്കിൽ, ലൈംഗിക താല്പര്യമില്ല എന്നൊരവസ്ഥയാണെങ്കിൽ വിവാഹം എന്നൊരു സംഗതി ഫലപ്രദമായി നിലനിൽക്കാൻ സാധ്യത വളരെ കുറവാണ്, തീരെ ഇല്ലാതായി എന്നും വരും. അപ്പൊ ലൈംഗികതക്ക് കൃത്യമായ ഒരു അടിത്തറ അള്ളാഹു നിശ്ചയിച്ചിരിക്കുകയാണ് വിവാഹത്തിലൂടെയും കുടുംബജീവിതത്തിലൂടെയും. അതുപോലെ അതിലൂടെ
ഒരു സമൂഹത്തിന്റെ ഒരു ഘടന രൂപപ്പെടുത്തിയെടുക്കുന്നതിലൂടെയൊക്കെയാണ്. അപ്പോ വിവാഹം അനിവാര്യമല്ലാതാക്കുന്ന ഒരു സംഗതിയാണ് സ്വവർഗരതി എന്നത്. അസാൻമാർഗികതയാണ്, മ്ലേച്ഛവൃത്തിയാണ്, അള്ളാഹു ഏറ്റവും വെറുക്കുന്ന ഒരു സംഗതിയായിട്ടാണ് അതിനെ ഇവിടെ പരാമർശിക്കുന്നത്. അത് ആണും തമ്മിലുള്ള ബന്ധമായാലും പെണ്ണും തമ്മിലുള്ള ബന്ധമായാലും ഇതൊക്കെ തന്നെ മനുഷ്യന്റെ അതിജീവനത്തെ ഇല്ലാതാക്കി കളയുന്ന, സാമൂഹ്യ ഘടനയെ നശിപ്പിക്കുന്ന, ധാർമ്മികതയെ പൂർണ്ണമായിട്ട് വിഭാടനം ചെയ്യുന്ന വിധത്തിലുള്ള ഒരു പ്രവണതയാണ്. അതിൽ സംശയമൊന്നുമില്ല. അപ്പൊ ഈ ഒരു സംഗതി കേട്ടുകേൾവിയില്ലാത്തൊരു കാര്യമായിരുന്നു. ലൂത്ത് അലൈഹിസ്സലാമിന്റെ സമൂഹമാണ് ലോകത്ത് ആദ്യമായിട്ട് ഈ മ്ലേച്ഛവൃത്തിയുടെ ആളുകളായിട്ട് രംഗത്ത് വന്നത് എന്നാണ് വിശുദ്ധ ഖുർആൻ നൽകുന്ന സൂചന. ഇവിടെ നമ്മൾ വായിച്ചു വെച്ച ആയത്തില് അള്ളാഹു അത് പരാമർശിക്കുന്നുണ്ട്. വലൂത്തൻ ഇത് ഖാലലി ഖൗമിഹി, ലൂത്തിനെയും നാം നിയോഗിച്ചയക്കുകയുണ്ടായി. അദ്ദേഹം തന്റെ ജനതയോട് ഇങ്ങനെയാണല്ലോ പറഞ്ഞത്, ഇന്നക്കും ലതൂനൽ ഫാഹിഷത, നിങ്ങൾ മ്ലേച്ഛവൃത്തി ചെയ്യുന്നു, അല്ലെങ്കിൽ മ്ലേച്ഛവൃത്തിക്കായിട്ട്. ഫാഹിഷത്ത് എന്ന് പറയുന്നത് ലൈംഗികതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വൃത്തികേടുകൾക്കാണ് വിശുദ്ധ ഖുർആൻ നിരന്തരം ഉപയോഗിക്കുന്നത് എന്ന് കാണാൻ കഴിയും. ഭാഷാപരമായി മ്ലേച്ഛമായ, അഭികാമ്യമല്ലാത്ത, അധാർമികമായ പ്രവർത്തനങ്ങൾക്കൊക്കെ ആ പദം ഉപയോഗിക്കാവുന്നതാണ് എങ്കിലും എസെൻഷ്യലി അത് മനുഷ്യന്റെ അധാർമികമായ ലൈംഗികതയെയാണ് സൂചിപ്പിക്കുന്നത്. ഇന്നക്കും ലതൂനൽ ഫാഹിഷത, നിങ്ങൾ ഫാഹിഷത്ത് ചെയ്യുന്ന ആളുകളാണ്, ഫാഹിഷത്തിലേക്ക് പോകുന്നവരാണ്. മാ സബഖക്കും ബിഹാ മിൻ അഹദിൻ മിനൽ ആലമീൻ, ലോകരിൽ തന്നെ നിങ്ങൾക്ക് മുമ്പ് ആരും ഇങ്ങനെ ഒരു ഏർപ്പാടുമായിട്ട് രംഗത്ത് വരികയുണ്ടായിട്ടില്ല. അങ്ങനെയുള്ള ഒരു വൃത്തികേട്, ഒരു ഫാഹിഷത്ത് ചെയ്യുന്ന കൂട്ടരാണ് നിങ്ങൾ. ഇതാണ് ലൂത്ത് അലൈഹിസ്സലാം അവരെ ഉണർത്തുന്നത്. മനുഷ്യന്റെ സ്വാഭാവികമായ ഒരു പ്രവണത പുരുഷന് സ്ത്രീയോട് ആകർഷണം ഉണ്ടാവുക എന്നതും സ്ത്രീക്ക് പുരുഷനോട് ആകർഷണം ഉണ്ടാവുക എന്നതുമാണ്. അതിന് തന്നെ ഒരു വ്യവസ്ഥയും വെള്ളിയാഴ്ചയൊക്കെ ആവശ്യമുണ്ട്. ഒരു ക്രമീകരണവും സമൂഹം പൊതുവെ അംഗീകരിക്കാൻ സന്നദ്ധരാവേണ്ടി വരുന്ന വിധത്തിലുള്ള ഒരു ക്രമവും സംവിധാനവും ഒക്കെ ആവശ്യമുണ്ട്. ഇല്ലെങ്കിൽ നമുക്കറിയാം, ഒരു വളരെ വന്യമായ ഒരവസ്ഥയാണ് സംജാതാകം. കൺസ്യൂമബിൾ ആയ ഒരു സംഗതി മാത്രമായിട്ട് പുരുഷനാണല്ലോ മെയ്ക്കരുത്തുകൊണ്ട് ഡോമിനേറ്റ് ചെയ്യുന്നത്. സ്ത്രീയെ കാണുന്ന ഒരവസ്ഥ ഉണ്ടായാൽ തട്ടിപ്പറിക്കുകയും പിടിച്ചു പറിക്കുകയും കടിച്ചു കീറുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥയാവും ഉണ്ടാവുക. ഒരു പെണ്ണ് വളർന്ന് വിവാഹപ്രായം എത്തുന്നതോടുകൂടി മാന്യമായ വിധത്തില് സമൂഹത്തിന്റെ ഭാഗമായി ഒരു പുരുഷനോടൊപ്പം അയാളുടെ ഇണയായി ജീവിക്കാനുള്ള, അതിനെ തുടർന്ന് അതിന്റെ അടിസ്ഥാനത്തിലുള്ള സ്നേഹവും വാത്സല്യവും ആദരവും ഒക്കെ ലഭിക്കാനുള്ള ഒരു അവസ്ഥ, ഒരു സാഹചര്യം ഈ വിവാഹം എന്ന സംവിധാനത്തിലൂടെ ഒരു വ്യവസ്ഥ ഉണ്ടായിട്ടില്ലെങ്കിൽ സ്ത്രീക്ക് സാധിക്കില്ല. നമ്മൾ എത്രയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. കാണാൻ കൊള്ളാവുന്ന, ആണുങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്ന വിധത്തിലുള്ള ആകർഷണീയതയോടുകൂടി ഒരു പെൺകുട്ടി വളർന്നു കഴിഞ്ഞാൽ അവളെ എങ്ങനെയെങ്കിലും സെക്ഷലി എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കും ആണുങ്ങളുടെ ഒരു വ്യഗ്രതയും വെപ്രാളപ്പെടലും. കാരണം അതിനൊന്നും ഒരു വ്യവസ്ഥയും കാര്യമൊന്നും ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ടും ഒരു വന്യമായ ഒരു അവസ്ഥയാണ്. കാട്ടുമൃഗങ്ങള് കാട്ടിക്കൂട്ടുന്ന പോലെയുള്ള, അത് ലൈംഗികതയ്ക്ക് വേണ്ടിയൊന്നുമല്ല. ലൈംഗികതയ്ക്ക് വേണ്ടി കാട്ടുമൃഗങ്ങൾ പരസ്പരം കടികൂടുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. വേട്ടയാടുന്നതിന്റെ ഭാഗമായിട്ട്, ഭക്ഷണം കണ്ടെത്തുന്നതിന്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ അങ്ങനത്തെ കടിപിടികളിൽ
ഏർപ്പെടുന്നത് കാണാം. പക്ഷെ മനുഷ്യരുടെ ഒരു മതകീയമായ ദൈവികമായ ധാർമ്മികത ഇക്കാര്യത്തിൽ ഉൾക്കൊള്ളാത്ത സമൂഹങ്ങളുടെ ഇടയിൽ നിന്ന് നമുക്ക് പലപ്പോഴും കാണാനും അറിയാനും വായിക്കാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റുന്ന ഒരു ചിത്രം, ഒരു പെണ്ണ് വളർന്നു മുതിർന്ന് വളരെ ആകർഷകത്വമുള്ള ഒരാളായി വരുന്നതോടുകൂടി പിച്ചി ചീന്തപ്പെടുന്ന ഒരവസ്ഥയാണ്. ആര് എങ്ങനെ കൊണ്ടുപോകണം എന്നത് ആർക്കും പറയാൻ കഴിയാത്ത, കരുത്തിന്റെ ഭാഷയിൽ മിരട്ടി നിർത്തുന്ന, പേടിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അടിച്ചൊതുക്കിക്കൊണ്ടൊക്കെ കൈകാര്യം ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്ന കാണുന്നത്. ഇത് കുടുംബവും സമൂഹവും നിയമവാഴ്ചയും ഒക്കെയുള്ള രാജ്യങ്ങളിൽ പോലും ഇത്തരം ചിത്രങ്ങൾ നിരന്തരമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അള്ളാഹു ഈ ഒരു കാര്യത്തിനായിട്ട് ഒരു വ്യവസ്ഥ വെച്ചിട്ടുള്ളത്. അപ്പൊ സ്ത്രീക്ക് പുരുഷനോടും പുരുഷന് സ്ത്രീയോടും ആകർഷകത്വം ഉണ്ടാകുന്നു എന്ന ജൈവപരമായ പ്രകൃതിപരമായ വാസന തന്നെ കുടുംബം, വിവാഹം, സാമൂഹ്യഘടന തുടങ്ങിയിട്ടുള്ള സംവിധാനത്തിലൂടെ ക്രമീകരിച്ചിട്ടില്ലെങ്കിൽ ഒരു പെണ്ണിനും എന്തെങ്കിലും നിലക്ക് ഒരു സുരക്ഷിതമായ ജീവിതം, നല്ലൊരു ബന്ധം, കുടുംബം എന്ന മഹത്തരമായ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് സുരക്ഷിതമായിട്ട് കഴിയാനും ഒക്കെയുള്ള സാധ്യത ഇതൊന്നും ഉണ്ടാവില്ല. ഒക്കെ തകർന്നടിഞ്ഞു പോകും. ഒരു 30 35 വയസ്സ് എത്തുന്നതിന്റെ മുമ്പായി അവളെ ആർക്കും വേണ്ടാത്ത വിധത്തിൽ വലിച്ചെറിയപ്പെടുന്ന ഒരവസ്ഥയും ഉണ്ടാവും. കാരണം അതിന്റെ ഒരു വ്യവസ്ഥയും ക്രമീകരണവും ഇല്ലാത്ത സമൂഹങ്ങളിൽ ഒന്ന് കടിച്ചു തുപ്പിക്കഴിഞ്ഞാൽ പിന്നെ അത് കളഞ്ഞ പോലെയുള്ള ഒരവസ്ഥയായി മാറും പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം. അതാണ് പിന്നീട് സംജാതാവുക. നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എത്രയോ സൗന്ദര്യവതിയായ ഒരു യുവതിയായിരുന്നെങ്കിൽ പോലും സമൂഹത്തിൽ ഇങ്ങനെ ലൈംഗികമായ അരാജകത്വം നിലനിൽക്കുന്ന അവസ്ഥയിൽ ഇരയാക്കപ്പെടുന്നതോടുകൂടി പിന്നെ വളരെ കുറഞ്ഞൊരു സമയത്തിനുള്ളിൽ അവള് ഒരു ചണ്ടി പോലെയായി മാറും. ഈ ഒരു അവസ്ഥ ഇല്ലാതായി മാറുന്നത് സുരക്ഷിതത്വം അനുഭവിക്കാൻ സാധിക്കുന്നതും സ്നേഹവും ആദരവും ബഹുമാനവും ഒക്കെ സ്ത്രീക്ക് ലഭിക്കുന്നതും ഒക്കെ തന്നെ വിവാഹവും കുടുംബവും സമൂഹവും അങ്ങനെ ഒരു സാമൂഹ്യ സംവിധാനം അള്ളാഹു മനുഷ്യനായിട്ട് രൂപകൽപ്പന ചെയ്ത് പഠിപ്പിച്ചത് കൊണ്ടാണ് എന്നത് വളരെയൊന്നും വിശദീകരിക്കാതെ തന്നെ നമുക്കൊക്കെ എളുപ്പത്തിൽ ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഇതിന് ഭംഗമുണ്ടാകുന്ന അനുഭവങ്ങൾ നിരന്തരം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ട്. അത്തരം സംഭവങ്ങൾ കാണാനും വായിക്കാനും ഒക്കെ സാധിക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് വിവാഹം, എന്തുകൊണ്ട് കുടുംബം, എന്തുകൊണ്ട് ഭാര്യയും ഭർത്താവും, എന്തുകൊണ്ട് കുടുംബം, എന്തുകൊണ്ട് മാതാപിതാക്കളും മക്കളും എന്നൊക്കെയുള്ള സംഗതി എളുപ്പത്തിൽ ബോധ്യപ്പെടും. ആളുകൾ അതൊന്നും കൂടുതലായിട്ട് വിശദീകരിച്ച് തരേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. എന്നാൽ ഇവിടെ ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ സമൂഹം ഈ സദാചാരപരതയെയാണ് കാറ്റിൽ പറത്തിക്കൊണ്ട് അവര് ഫാഹിഷത്ത് മുമ്പെങ്ങും ഒരു സമൂഹവും പിന്തുടർന്നിട്ടുണ്ടായിരുന്നില്ലാത്ത വിധത്തിലുള്ള ലൈംഗികമായ കുത്തഴിച്ചിലേക്കും സദാചാരരഹിതമായ ആ രീതിയിലേക്കൊക്കെ അവര് പോകുന്നത്. അള്ളാഹു അത് വളരെ സംക്ഷിപ്തമായിട്ടാണ് ഇവിടെ പറയുന്നത്. മാ സബഖക്കും ബിഹ മിൻ അഹദിൻ മിനൽ ആലമീൻ. ലോകരിൽ നിങ്ങൾക്ക് മുമ്പ് ഒരു കൂട്ടരും ചെയ്തിട്ടില്ലാത്ത വിധത്തിലുള്ള വൃത്തികേടുകളിലേക്കാണ്, ഫാഹിഷത്തിലേക്കാണ് നിങ്ങൾ പോയിട്ടുള്ളത്. എന്നിട്ട് കുറച്ചുകൂടി വ്യക്തമാക്കുകയാണ് അള്ളാഹു അടുത്ത ആയത്തിൽ. അയിന്നക്കും ലതൂനരിജാല, നിങ്ങൾ ആണുങ്ങളെയല്ലേ സമീപിക്കുന്നത്. ഇത് പുരുഷന്മാരെ അഭിസംബോധന ചെയ്യുന്ന ഒരു ശൈലിയാണ്. ഖുർആൻ ഈ സ്ത്രീപക്ഷ ഭാഷ പുനരാവിഷ്കരണം നടക്കുന്നതിന്റെ ഒക്കെ മുന്നേ അവതരിച്ച കിതാബാണ്. ഈ സ്ത്രീപക്ഷ ഭാഷാ ശൈലിയൊന്നും അധികകാലം നിലനിൽക്കില്ല. അത് വീണ്ടും തിരിച്ച് ഈ ഒരു ശൈലിയിലേക്ക് ലോകത്ത് നിരന്തരം വീണ്ടും തിരിച്ചു വന്നുകൊണ്ടിരിക്കും. ഫെമിനിസത്തിന്റെ ഒരു സർജ് ഉണ്ടായ ഒരു കാലത്ത് അങ്ങനെയൊക്കെയുള്ള ഭാഷാ പരീക്ഷണങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും.
പക്ഷെ അതല്ല ഭാഷയുടെ ഒരു അടിസ്ഥാന നിലനിൽപ്പുള്ള രൂപം എന്നത് മനസ്സിലാക്കാൻ പ്രയാസമൊന്നുമില്ല. അപ്പൊ അള്ളാഹു കൂടെ പറയുന്ന ഇന്നക്കും ലതൂനരിജാല, നിങ്ങൾ ആണുങ്ങളെയല്ലേ ലൈംഗിക പൂരണത്തിനായിട്ട് സമീപിക്കുന്നത്, നിങ്ങളുടെ കാമപൂർത്തീകരണത്തിനായിട്ട് സമീപിക്കുന്നത് ആണുങ്ങളെയല്ലേ. നമ്മുടെ കാലഘട്ടത്തിലാണെങ്കിൽ വേറെ തന്നെ പെണ്ണുങ്ങളോടും പറയേണ്ടി വരുന്ന ഒരു അവസ്ഥയൊക്കെയാണ് ഉള്ളത്. നിങ്ങൾ പെണ്ണുങ്ങളെയല്ലേ നിങ്ങളുടെ ലൈംഗിക പൂർത്തീകരണത്തിനായിട്ട് നിങ്ങൾ സമീപിക്കുന്നത് എന്നൊക്കെ പെണ്ണുങ്ങളോട് പറയേണ്ടി വരുന്ന വിധത്തിലുള്ള കുത്തഴിച്ചിലാണ് നമ്മുടെ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നക്കും ലതൂനരിജാല, നിങ്ങൾ ആണുങ്ങളെയല്ലേ നിങ്ങളുടെ കാമപൂർത്തീകരണത്തിനായിട്ട് സമീപിക്കുന്നത്. വതഖ്തഊന സബീല, നിങ്ങൾ വഴികൾ മുറിച്ചു കളയുകയും ചെയ്യുകയല്ലേ. വതഖ്തഊന സബീൽ, മാർഗം മുറിച്ചു കളയുകയും ചെയ്യുന്നു. വതഅതൂന ഫീ നാദീകും അൽ മുൻകറ, നിങ്ങളുടെ ഒത്തുചേരൽ ഇടങ്ങൾ, നാദി എന്ന് പറഞ്ഞ ക്ലബ്ബ്, വിനോദ കേന്ദ്രങ്ങളൊക്കെയാണ്. ക്ലബിനാണ് നാദി എന്ന് പറയാറുള്ളത്. അപ്പോ നിങ്ങളുടെ ഒത്തുചേരൽ കേന്ദ്രങ്ങൾ, സായാഹ്നങ്ങളിൽ നിങ്ങൾ ഒത്തുചേരുന്ന നിങ്ങളുടെ നാദികളിൽ നിങ്ങൾ മ്ലേച്ഛ വൃത്തി പരസ്യമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒളിയും മറയൊന്നും വേണ്ട, നിങ്ങൾ തനി മൃഗങ്ങളെക്കാൾ മോശമായ അവസ്ഥയിലാണ് നിങ്ങൾ നിർലജ്ജതയോടുകൂടി നിങ്ങളുടെ കാമപൂർത്തീകരണത്തിന് വേണ്ടി നിങ്ങൾ ഈ ഒത്തുചേരൽ കേന്ദ്രങ്ങളെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത്. നാലാള് കാണുന്നിടത്ത് വെച്ച് ലൈംഗികതയിൽ ഏർപ്പെടുന്ന ആളുകൾ മനുഷ്യത്വത്തിന്റെ തന്നെ ആ വിധാനത്തിൽ നിന്ന് ഒരുപാട് താഴോട്ട് പതിക്കുകയാണ്. ഇത് ഞാൻ കൂടുതലായിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല. വതഅതൂന ഫീ നാദീകുമുൽ മുൻകർ, നിങ്ങളുടെ നാദികളിൽ, ഒത്തുചേരൽ കേന്ദ്രങ്ങളിൽ, വിനോദ കേന്ദ്രങ്ങളിൽ, നിങ്ങളുടെ ക്ലബുകളിലൊക്കെ, നിങ്ങൾ സായാഹ്നത്തിൽ ഒത്തുചേരുന്ന ഇടങ്ങളിൽ നിങ്ങൾ മുൻകർ ചെയ്യാൻ വേണ്ടി, മുൻകർ എന്ന് പറഞ്ഞാൽ ഇവിടെ പരാമർശിക്കപ്പെട്ട മ്ലേച്ഛവൃത്തി, തിന്മ ഒക്കെയാണ്. അപരിചിതത്വമുള്ള ഒരു ശീലം, ഒരു സമ്പ്രദായം അല്ലെങ്കിൽ ഒരു പ്രവൃത്തി, ഇതാണ് മുൻകർ. ആളുകള് വളരെ സുപരിചിതമായി എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സംഗതിക്ക് മഅറൂഫ് എന്നാണ് പറയുക, അറിയപ്പെടുന്നത്, സ്വീകാര്യമായത്, അംഗീകാരമുള്ളത്. മുൻകർ എന്ന് പറഞ്ഞാൽ അറിയപ്പെടാത്തത്, പരിചയമില്ലാത്തത്, അംഗീകരിക്കപ്പെടാത്തത് എന്നൊക്കെയാണ് അതിന്റെ അടിസ്ഥാനപരമായ അർത്ഥം. അപ്പോ അള്ളാഹു പ്രവാചകന്മാര് മുഖേന പഠിപ്പിച്ച ദീനിലൂടെ സ്ഥാപിതമായ നന്മകൾക്കാണ് മഅറൂഫ് എന്ന് പറയാം. ഇതേ അടിത്തറയിൽ പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളിലൂടെ വിലക്കപ്പെട്ടതായി സമൂഹം തിന്മയായി പരക്കെ അംഗീകരിച്ച സംഗതിക്കാണ് മുൻകർ എന്ന് പറയാം. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പൊതു ഇടങ്ങളിൽ പരസ്യമായിട്ട് മ്ലേച്ഛവൃത്തിയും തിന്മയും ഒക്കെ ചെയ്യാൻ വേണ്ടി പോകുന്നവരായി മാറിയിരിക്കുകയാണ്. വതഅതൂന ഫീ നാദീകുമുൽ മുൻകർ, ഇതാണ് അവരോട് പറഞ്ഞത്. അപ്പോ ഫമാ കാന ജവാബ ഖൗമിഹി, അദ്ദേഹത്തിന്റെ ജനതയുടെ മറുപടി ഇങ്ങനെ മാത്രമായിരുന്നു. അവർക്ക് അതിന്റെ സദാചാരപരതയെക്കുറിച്ചോ ധാർമ്മികതയെക്കുറിച്ചോ ഒന്നും പറയാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അവരതിനെ പ്രതിരോധിച്ചുകൊണ്ട് പറയാൻ 4 ന്യായം ഉയർത്തി കാണിക്കാനൊന്നും അവരുടെ കയ്യിലില്ല. അവർ പറഞ്ഞ മറുപടി ഇതാണ്, ഇല്ല അൻ ഖാലു, അവർ പറഞ്ഞത് ലൂത്ത് അലൈഹിസ്സലാം അവരുടെ ഈ മ്ലേച്ഛവൃത്തി കാരണമായി അവർക്ക് അള്ളാഹുവിന്റെ ശിക്ഷ എത്താനിരിക്കുന്നു എന്ന് അവർക്ക് താക്കീത് ചെയ്തിട്ടുണ്ടായിരുന്നു അവരോട്. അപ്പൊ അതിന് മറുപടിയായിട്ട് അവർ പറഞ്ഞത് ഇഅ്തിനാബി അദാബില്ല, നീ പോയിട്ട് അള്ളാഹുവിന്റെ ശിക്ഷ കൊണ്ടുപോവാ, അതങ്ങ് പോന്നോട്ടെ. ഇൻ കുന്ത മിന സ്വാദിഖീൻ, നീ ഇതൊക്കെ ഗൗരവത്തില് സത്യസന്ധമായിട്ടൊക്കെ പറയുകയാണെങ്കിൽ, നീ ഇത് പറയുന്നത് സത്യസന്ധമായിട്ടും ഗൗരവത്തിലും ഒക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല, നീ പോയിട്ട് ആ ശിക്ഷ ഇങ്ങ് കൊണ്ടുവന്നോളൂ. ഇതാണ് അവര് പറയുന്നത്. വല്ലാത്ത ധാർഷ്ട്യമാണ് ഈ സംസാരത്തിൽ വെളിപ്പെടുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇങ്ങനെയൊക്കെ പറയാൻ മുതിരുന്ന ആളുകൾ, ഇങ്ങനെയൊക്കെ പറയുന്ന അതിനുള്ള തൊലിക്കെട്ടി ആർജിച്ചിട്ടുള്ള ആളുകളൊക്കെ
നമ്മുടെ കാലഘട്ടത്തിലും നമ്മുടെയൊക്കെ ഇടയിലൊക്കെ ആയിട്ട് കാണാം. ഈ ആളുകൾ പറഞ്ഞ കാര്യം ഇതാണ്: നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഈ പഴംപുരാണം ഒന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട. നീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ധാർമ്മികത, സദാചാരം, അങ്ങനെയുള്ളതൊന്നും അതിലൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല. നീ നൽകുന്ന ഈ താക്കീത്, അള്ളാഹുവിന്റെ ശിക്ഷ ഉണ്ടാകുമെന്ന താക്കീത് നീ ഗൗരവത്തിലാണ് പറയുന്നതെങ്കിൽ ഒരു കാര്യം ചെയ്യുക, അതങ്ങ് കൊണ്ടുവന്നാൾ. ആ ശിക്ഷ അങ്ങ് നടപ്പിലാക്കിക്കോ. നീ ഇത് പറയുന്നത് ഗൗരവത്തിലും സത്യസന്ധതയോടും കൂടിയൊക്കെയാണ് എങ്കിൽ, നീ പറയുന്നത് സത്യമാണ് എന്നുണ്ടെങ്കിൽ അതങ്ങ് നടപ്പിലാക്കിക്കോ. ഇതാണ് അവർ പറയുന്നത്. അപ്പോ ലൂത്ത് അലൈഹിസ്സലാം ആ ഘട്ടത്തില് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെയാണ് പറഞ്ഞത്: റബ്ബിൻസുർനി അലൽ ഖൗമിൽ മുഫ്സിദീൻ. ഈ കുഴപ്പകാരികളായ, ഈ അധാർമികതയില് നീന്തിക്കുളിക്കുന്ന, ഈ ഫസാദിന്റെ ആളുകളായ നാട്ടുകാരിൽ നിന്ന്, ജനതയിൽ നിന്ന്, അവരുടെ മേൽ, അവർക്കെതിരിൽ നീ എന്നെ സഹായിക്കണമേ എന്നാണ് ലൂത്ത് അലൈഹിസ്സലാം ആ ഘട്ടത്തില് അള്ളാഹുവിന്റെ നേരെ കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നത്. റബ്ബിൻസുർനി, എന്റെ റബ്ബെ നീ എന്നെ സഹായിക്കണമേ, അലൽ ഖൗമിൽ മുഫ്സിദീൻ, ഈ ഫസാദ് ഉണ്ടാക്കുന്ന ജനതയ്ക്കെതിരിലായിട്ട്. നാട്ടില് ധാർമ്മികത തകർത്ത് സദാചാരപരത ഇല്ലാതാക്കി കുടുംബവും വിവാഹവും ഒക്കെ നശിപ്പിച്ചതിന് ശേഷം, നശിപ്പിച്ച് സമൂഹത്തെ ആകെ അടിമേൽ മറിക്കുന്ന ഒരവസ്ഥയിലേക്ക് തള്ളിവിടുന്ന ഈ ആളുകളിൽ നിന്ന്, ഈ ആളുകൾക്കെതിരിൽ നീ എന്നെ സഹായിക്കണമേ എന്നാണ് ലൂത്ത് അലൈഹിസ്സലാം ആ ഘട്ടത്തിൽ അള്ളാഹുവിനോടായിട്ട് പ്രാർത്ഥിക്കുന്നത്. മക്കയിലെ ആളുകള് ഇത്തരം തിന്മയുടെ ആളുകളാണ് എന്നുള്ള സൂചനയല്ല ഇവിടെ. പൂർവികരായ പ്രവാചകന്മാർ അവരുടെ നാടുകളിൽ, അവരുടെ സമൂഹങ്ങളിൽ അള്ളാഹുവിന്റെ ഏകത്വത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നടത്തിയ പ്രബോധന ദൗത്യം മക്കയിലെ ആളുകളെ പ്രത്യേകമായിട്ട് കേൾപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഓരോ പ്രവാചകനെയും ഇവിടെ പരാമർശിച്ചു വരുന്നത്. മൂസ അലൈഹി ഇസ്ലാമിനെ കുറിച്ചും ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ കുറിച്ചൊക്കെ ഇവിടെ പരാമർശം വരുന്നത് അങ്ങനെയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ലൂത്ത് അലൈഹി ഇസ്ലാമിനെയും പരാമർശിക്കുന്നത്. മക്കയിൽ അക്കാലത്ത് ഇത്തരം സദാചാര പരതയില്ലായ്ക അല്ലെങ്കിൽ മ്ലേച്ഛവൃത്തി അവരുടെ ഒരു സ്വഭാവമായിട്ട് എടുത്തു പറയാവുന്ന വിധത്തില് പടർന്നു പിടിച്ചിരുന്നു എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ലൈംഗികമായ കുത്തഴിച്ചില് തീർച്ചയായിട്ടും ആ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. അത് ലൈംഗിക സദാചാരം ഇല്ലാത്ത ഒരു സമൂഹത്തിന്റെ ജീർണോന്മുഖമായ ചിത്രങ്ങൾ ധാരാളം ആ സമൂഹത്തില്, സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഴിഞ്ഞാട്ടത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ, ഒരവസ്ഥയൊക്കെ തീർച്ചയായിട്ടും ആ സമൂഹത്തിൽ ഉണ്ടായിരുന്നെങ്കിലും സ്വവർഗരതി എന്ന ഒരു തിന്മയുടെ പേരിൽ അറിയപ്പെട്ടിരുന്നതായിരുന്നില്ല ആ സമൂഹം എന്നതാണ് വസ്തുത. പക്ഷെ പല സമൂഹങ്ങളുടെയും അവരിലേക്ക് അള്ളാഹു ദൂതന്മാരെ നിയോഗിച്ചയച്ചപ്പോൾ ഉണ്ടായ സംഭവങ്ങൾ വിവരിക്കുന്നതിന്റെ കൂട്ടത്തിലാണ് ഇവിടെ ലൂത്ത് അലൈഹി ഇസ്ലാം നിർവഹിച്ച ദൈവിക ദൗത്യത്തെ കുറിച്ചുകൂടി മക്കയിലെ ആളുകളെ അള്ളാഹു കേൾപ്പിക്കുന്നത് എന്നതാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോ ഈ സംഭവം വിശുദ്ധ ഖുർആനില് സൂറത്തുൽ അറാഫ്, ഹൂദ്, ഹിജ്ർ, അംബിയാ, ശുറാ, നംല്, സോഫാത്ത്, ഖമർ തുടങ്ങിയിട്ടുള്ള സൂറത്തുകളിലും ഇതിന്റെ വേറെ ചില വിശദാംശങ്ങളോടെയൊക്കെ ആയിട്ട് ലൂത്ത് അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ സമൂഹത്തിന്റെ മേൽ അല്ലാഹു സ്വീകരിച്ച നടപടികളെ കുറിച്ചൊക്കെ ഈ സൂറത്തുകളിൽ പരാമർശം കാണാൻ കഴിയും. അപ്പോ അതുപോലെ സൂറത്തുൽ അറാഫില് ഈ സ്വവർഗരതിയെ പ്രത്യേകം പരാമർശിച്ചുകൊണ്ട് നേരത്തെ നമ്മൾ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്ത് കാണുകയുണ്ടായി. ഇന്നക്കും ലതൂന റിജാല ശഹവതൻ മിൻ ദൂനി നിസാ, സ്ത്രീകളെ കൈയൊഴിഞ്ഞുകൊണ്ട് നിങ്ങൾ പുരുഷന്മാരെ ലൈംഗിക പൂർത്തീകരണത്തിന് വേണ്ടി സമീപിക്കുകയാണ് എന്നാണ് അവിടെ പ്രത്യേകമായിട്ട് പറയുകയുണ്ടായത്. അതിൽ ഇന്ന് നമ്മൾ വായിച്ച ഭാഗത്ത് തഖ്തഊന സബീൽ എന്നും കാണാം. ഇത് രണ്ട് വിശദീകരണങ്ങളാണ് ഇതിന് നൽകപ്പെടുന്നത്. ഒന്ന്,
ഈ ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ സമൂഹം അധിവസിച്ചിരുന്ന ഭൂപ്രദേശം ആ, കച്ചവട യാത്രകൾ നടത്തിയിരുന്ന അറേബ്യയിൽ നിന്ന് അതുപോലെ കിഴക്കൻ പ്രദേശങ്ങളിൽ നിന്നൊക്കെ കച്ചവട യാത്ര നടത്തിയിരുന്ന ആളുകൾ കടന്നു പോയിരുന്ന ഒരു നാൽക്കവലയുടെ ഒക്കെ പോലെയുള്ള ഒരു സ്ഥലമായിരുന്നു. അവിടെ കച്ചവടക്കാര് അവരുടെ ചരക്കുകളുമായി വരുമ്പോൾ അവരെ കൊള്ളയടിക്കലും അതുപോലെ തൊട്ടടുത്ത ഷുഹൈബ് അലൈഹി ഇസ്ലാമിന്റെ ഭൂപ്രദേശം മദിയനില് അത് അളത്തത്തിലും തൂക്കത്തിലും ഒക്കെ കൃത്രിമം കാണിച്ചുകൊണ്ട് കുഴപ്പമുണ്ടാക്കിയിരുന്നതും ഒക്കെ അവരുടെ ചില ശീലങ്ങളായിട്ട് ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ തഖ്തഊന സബീൽ എന്ന് പറയുന്നത് ഈ കച്ചവട വഴികൾ ബ്ലോക്ക് ചെയ്യുന്ന വിധത്തില് ഇപ്പോ നമ്മളെ ട്രംപ് ഒക്കെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ മേഖലയിൽ സ്വാർത്ഥമായ ചില താല്പര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ചില ഇടപെടലുകൾ അത് കമ്പോളത്തെ വളരെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. നമ്മളത് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ഇത്തരം അനർഹമായ തെറ്റായ വിധത്തിലുള്ള ഇടപെടലുകൾ നടത്തുകയോ ചരക്ക് നീക്കത്തെ ബ്ലോക്ക് ചെയ്യുന്ന വിധത്തില് വഴി തടയുകയോ ഒക്കെ ചെയ്യുന്ന സാമ്പത്തികമായ ക്രമക്കേടുകളുടെയോ അല്ലെങ്കിൽ കുഴപ്പങ്ങളുടെയോ കാര്യം സൂചിപ്പിക്കുന്ന ഒരു പരാമർശമായിട്ട് ചിലർ ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പുരുഷനുമായുള്ള ലൈംഗികതയിൽ ഏർപ്പെടുന്ന ഒരു സംസ്കാരം ഉണ്ടായി വന്നാൽ അവിടെ പ്രജനനത്തിന്റെ വഴികൾ അടഞ്ഞു പോവുകയാണ്, മുറിഞ്ഞു പോവുകയാണ്. മനുഷ്യവംശത്തിന്റെ നൈരന്തര്യത്തിന് ആവശ്യമായിരിക്കുന്ന സ്ത്രീ പുരുഷ ബന്ധങ്ങളുടെ വഴികൾ മുറിച്ചു കളയുന്ന ഒരു സംസ്കാരത്തിന്റെ ആളുകൾ എന്ന നിലക്കും ഈ ആയത്തിനെ വിശദീകരിക്കപ്പെടുന്നുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. എന്തായാലും ഇത് സംബന്ധമായി വേറെയും സൂറത്തുകളിൽ സൂറത്ത് നംലില് അതൂനൽ ഫാഹിഷത വഅൻതും തുബ്സിറൂൻ, നിങ്ങൾ നോക്കി നിൽക്കെ നിങ്ങൾ മ്ലേച്ഛവൃത്തിയിൽ ഏർപ്പെടുന്നു എന്നൊക്കെ പരാമർശിക്കുന്ന കാണാം. നിർലജ്ജതയായിരുന്നു ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തിന്റെ ഏറ്റവും പ്രകടമായ അവരുടെ ഏറ്റവും വലിയൊരു ദൂഷ്യം. ലജ്ജയില്ലാത്ത വിധത്തില് പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നത്. സദാചാര ബോധത്തിന്റെ ഒരു തരിമ്പ് പോലും ഇല്ലാതാവുമ്പോഴാണ് മനുഷ്യൻ മൃഗങ്ങളെ പോലെ പൊതു ഇടങ്ങളിൽ വെച്ച് ബാക്കിയുള്ളവർ നോക്കിയിരിക്കെ ലൈംഗികതയിൽ ഏർപ്പെടുന്ന ഒരവസ്ഥയിലൊക്കെ എത്തിച്ചേരുക. വലിയ വ്യത്യാസമൊന്നും നമ്മളുടെ നാട്ടിലോ നമ്മളുടെ സാഹചര്യത്തിലോ കാണാൻ പറ്റിക്കൊള്ളണമെന്നില്ല. കാരണം പൊതു ഇടങ്ങളെ അങ്ങനെയൊക്കെയുള്ള ഇടങ്ങളാക്കിയിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട്. സിനിമയിലും കലയിലും അതുപോലെ പൊതുജീവിതത്തിലും ഒക്കെ തന്നെ അതിന്റെ ഒരു അതിപ്രസരം പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളുടെ കടന്നുകയറ്റത്തിനെ തുടർന്ന് നമുക്ക് നിരന്തരം കാണാൻ കഴിയുന്നത് നിർലജ്ജതയാണ്, ലജ്ജയില്ലായ്കയാണ് നമ്മൾ വല്ലാതെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്നത് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഹുദ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.